ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ മാഗി നൂഡിൽസ് റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. മാഗി നൂഡിൽസ് വെച്ചിട്ടാണ് ഞാൻ ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാഗി അല്ല വേറെ ഏത് നൂഡിൽസ് ആയാലും കുഴപ്പമൊന്നുമില്ല, ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പി, വെറൈറ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കൊരു പാൻ എടുത്ത് ചൂടായതിന് ശേഷം അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ട ഐറ്റംസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയതിന് ശേഷം നമുക്കതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏതും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കൊക്കെ യൂസ് ചെയ്യും. ഞാനിപ്പോൾ അതൊന്നും യൂസ് ചെയ്യുന്നില്ല, അതുപോലെ ക്യാരറ്റ് യൂസ് ചെയ്യാം, ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുക കേട്ടോ. കുറച്ച് അതൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടത് വഴറ്റിയെടുക്കാം. അത് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഞാനൊരു തക്കാളി, ചെറിയൊരു തക്കാളിയായിരുന്നു, അത് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്, പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റൊക്കെ അടച്ച് വെച്ചപ്പോഴേക്കും നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞു ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആ റോസ് സ്മെല്ലൊക്കെ മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റിലും നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂണും ലാസ്റ്റും കുറച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ കെച്ചപ്പ് ഞാനിവിടെ ഏകദേശം 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് അതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മസാലയ്ക്ക് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് വേണം ഈ മുട്ട പൊട്ടിച്ചൊഴിക്കാനായിട്ട്. എന്നിട്ട് ഒഴിച്ച് കൊടുത്ത് ഉടനെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ. ഒരു 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം ഇങ്ങനെ മിക്സ് ചെയ്യാൻ. എന്നാലേ അത് പീസായിട്ട് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വളരെ നേർമയായിട്ടുള്ള തരിതരിയായിട്ട് പോവും. അപ്പോൾ ഇങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് മുട്ട ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന ആ രീതിയിൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നൂഡിൽസ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. അപ്പോൾ അത് ഞാനൊരു 3.5 കപ്പ് വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മുടെ മാഗി മസാല ഉണ്ടാവുമല്ലോ, മാഗിയുടെ നൂഡിൽസിലുണ്ടാവുന്നത്, അതൊരു പാക്കറ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനനുസരിച്ച് ആ വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആ മസാലയിൽ അത്യാവശ്യം കുറച്ചൊക്കെ ഉപ്പ് ഉണ്ടാവും. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 3 ബാറ് മാഗിയാണ് എടുത്തിട്ടുള്ളത്, നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് 3.5 കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ആക്കിയപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ജ്യൂസി ആയിട്ട് ആണ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്, ആ വെള്ളം വറ്റിച്ചെടുത്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ ലാസ്റ്റിൽ ചേർക്കുമ്പോൾ ആ കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് നമ്മുടെ ഈ നൂഡിൽസിൽ കിട്ടും. ഇനി ഒരു മെയിനായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട്, നിർബന്ധമൊന്നുമില്ല, അത് കയ്യിലുള്ളവരെന്തായാലും ചേർക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ മൊസറല്ല ചീസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനത് കുറച്ച് ഗ്രേറ്റ് ചെയ്തത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ചൂടോട് കൂടെ തന്നെ അത് ചേർക്കണം, എന്നാലേ നമുക്ക് നല്ല അലിഞ്ഞ് ഈ രീതിയിൽ കിട്ടുള്ളൂ. ഇതും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു നൂഡിൽസിന് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതിയിൽ മൊസറല്ല ചീസൊക്കെ ഉണ്ടെങ്കിൽ അതില്ലാത്തവരും ട്രൈ ചെയ്ത് നോക്കാം. മൊസറല്ല ചീസ് നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുള്ളവർക്ക് ചേർത്താലും മതി. എന്നിട്ട് നമുക്ക് സർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. സർവ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് അതിൻ്റെ മേലെ ഇട്ടിട്ട് സർവ് ചെയ്ത് കഴിക്കാം കേട്ടോ. സംഭവം ഇത് അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.